ഹായ് എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസിൻ്റെ ക്ലാസ്സസ് ആണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നിലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മളുടെ സബ്ജക്റ്റ് വരുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ ഇവാലുവേഷൻ എങ്ങനെയാണ്, നമ്മൾ എത്ര മാർക്ക് എടുക്കണം, ഇന്റേണൽ ഉണ്ട് നമുക്ക്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഉണ്ട്, അതിൽ നമ്മൾ എത്രത്തോളം മാർക്ക് എടുക്കണം, എത്രത്തോളം എടുത്താലാണ് നമ്മൾ പാസ്സാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആദ്യം അറിയേണ്ടത് നമ്മൾ എത്ര മാർക്ക് എടുത്താൽ എത്രയാണ് നമ്മൾക്ക് കിട്ടുന്നത്, അതായത് നമ്മുടെ പേഴ്സൻറ്റേജ് എത്രയാണ് നമ്മൾക്ക് പാസ് മാർക്ക് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മളുടെ ഇവിടെ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട്, അതായത് ലെറ്റർ, ഗ്രേഡ്സ് ആൻഡ് ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വരുന്നത് 10 പോയിന്റ് ഗ്രേഡ് സ്കെയിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എടുക്കുന്ന മാർക്കിൽ, അതായത് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഇന്റേണൽ അല്ലാതെ എക്സ്റ്റേണൽ വരുന്ന സമയത്ത് 70 ആണ്. 70 എക്സ്റ്റേണലും ഇന്റേണൽ 30 ആണ് നിങ്ങൾക്ക് വരുന്നത്. അതിന് നമ്മൾക്കൊരു 10 പോയിന്റ് ഗ്രേഡ് സ്കെയിലായിട്ടാണ് യൂണിവേഴ്സിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. അതിന്റെ ബേസിസിലാണ് നിങ്ങൾക്ക് ഈ ഗ്രേഡ്സും പോയിന്റ്സും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എബോവ് 95 ആൻഡ് എബോവ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും O എന്നുള്ള ഒരു ഗ്രേഡും 10 ഗ്രേഡ് പോയിന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 9.5 to 10 എന്നുള്ള ഒരു റേഞ്ച് ആയിരിക്കും വരുന്നത്. ദെൻ നിങ്ങളുടെ എബോവ് 85 ആൻഡ് ബിലോ 95 ആണെങ്കിൽ എക്സലന്റ് ആണ്, A+ ആണ്, 9 ആണ് ഗ്രേഡ് പോയിന്റ് വരുന്നത്. 8.5 to 9.49 എന്നുള്ള ഒരു പോയിന്റ് ആണ് വരുന്നത്. ദെൻ 75 എബോവ് ടു ബിലോ 85 ആണെങ്കിൽ വെരി ഗുഡ് എന്നുള്ള ഒരു ഗ്രേഡും A എന്നുള്ള ഒരു ഗ്രേഡാണ് വരുന്നത്. 8 ആണ് ഗ്രേഡ് പോയിന്റിൽ വരുന്നത്. 7.5 ദെൻ 8.49 എന്നുള്ളതാണ് വരുന്നത്. ഈ മൂന്നെണ്ണം നമുക്ക് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റൻഷൻ എന്നുള്ളതിന്റെ ബേസിസിലാണ് കിട്ടുന്നത്. ദെൻ 65 to 75 ആണെങ്കിലോ ഗുഡ് B+ ആണ്, 7 ആണ് വരുന്നത്. 6.5 ദെൻ 7.492 ആണ് റേഞ്ച് വരുന്നത്. ഓക്കെ, ദെൻ 55 ടു ബിലോ 65 ആണെങ്കിൽ എബവ് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. B ഗ്രേഡ് ആണ് ലെറ്ററിൽ വരുന്നത്. 6 ആണ് ഗ്രേഡ് പോയിന്റ്. 5.5 ടു 6.49 എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്നതാണ്. ദെൻ 45 ടു 55 ബിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് ആണ്, C ഗ്രേഡ് ആണ് കിട്ടുന്നത്. 5 ആണ് പോയിന്റ് വരുന്നത്, അതായത് 4.5 ടു 5.49 എന്നുള്ളതിന്റെ ബേസിസിൽ സെക്കൻഡ് ക്ലാസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ 35 ടു ബിലോ 45 ആണെങ്കിൽ അതായത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പുറ്റ് ടുഗദർ ആണ് വിത്ത് എ മിനിമം ഓഫ് 30% ഇൻ എക്സ്റ്റേണൽ ഇവാലുവേഷനിൽ വേണം. അതായത് നിങ്ങളുടെ എക്സ്റ്റേണൽ ഇവാലുവേഷനിൽ നിങ്ങൾക്ക് എത്ര വേണം? 30% വേണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾക്ക് ഈ 35 എന്ന് പറയുന്നത് വരുന്നത്. പാസ് എന്നുള്ള ഒരു ഗ്രേഡാണ്. P എന്നുള്ളതാണ് വരുന്നത്. 4 ആണ്. 3.5 ടു 4.49 തേർഡ് ക്ലാസ് ആണ് വരുന്നത്. ഓക്കെ, ഈ 35%നെ കാട്ടിലും നിങ്ങൾ താഴോട്ടാണ് പോകുന്നത് എന്നാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഫെയിൽ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഓർ ബിലോ 30% ഇൻ എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്നുള്ളതാണ്. അതായത് 70% നിങ്ങൾക്ക് മാർക്കാണെങ്കിൽ ആ 70 മാർക്കിൽ നിങ്ങൾ എത്ര എടുത്തിരിക്കണം? 70ൽ 30% നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ, എന്നാലാണ് നിങ്ങൾ പാസ്സാകുക. അല്ലെന്നാണെങ്കിൽ ഫെയിൽ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഇന്റേണലും എക്സ്റ്റേണലും പ്ലസ് ചെയ്തിട്ടല്ല, നിങ്ങളുടെ എക്സ്റ്റേണൽ, അതായത് നിങ്ങൾ തനിച്ച് എഴുതിയെടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് 30% എന്ന് വരികയാണെങ്കിൽ ഫെയിൽ ആണ്. 35% നിങ്ങൾക്ക് വേണം. 34 എന്ന് പറയുകയാണെങ്കിൽ പോലും ഫെയിൽ എന്നുള്ള ഒരു രീതിയിലോട്ടാണ് അവർ കണക്കാക്കുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വരുന്നത്. ഇതാണ് നമ്മളുടെ ഓവറോൾ ആയിട്ട് വരുന്ന ഗ്രേഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾക്ക് മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഇന്റേണൽ ഇവാലുവേഷൻ ആണ്. അതായത് നമ്മളുടെ ടീച്ചേഴ്സ് നമുക്ക് മാർക്ക് തരില്ലേ, അതെങ്ങനെയാണെന്നാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ കോഴ്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 3 എന്നുള്ളതിന്റെ ബേസിസിലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾക്ക് വരുന്നത്. ടോട്ടൽ 25 എന്നുള്ളതിന്റെ ബേസിസിലാണ് നിങ്ങൾക്ക് അവിടെ വരുന്നത്. അതായത് 3 ക്രെഡിറ്റ് വരുന്നതിന്, ഓക്കെ, 4 ക്രെഡിറ്റ് വരുന്നതിനല്ല 3 ക്രെഡിറ്റ് വരുന്നതിനാണ് നിങ്ങൾക്ക് ഈ സംഭവം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറുടെ പാറ്റേൺ ഒന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറുടെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്. പാരഗ്രാഫ് തന്നെ നമുക്ക് പ്രോബ്ലംസും കാര്യങ്ങളും വരുന്നുണ്ട്. ദെൻ എസ്സേ ടൈപ്പ് ഉണ്ട്.
മൊത്തം നിങ്ങൾക്ക് ഷോർട്ട് ആൻസറിൽ 10 ക്വസ്റ്റ്യൻസ് അവർ തന്നിട്ടുണ്ടാകും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് 10 അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 3 മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും കിട്ടുന്നത്. സീലിംഗ് ആണ്. സീലിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട്, അതായത് നമുക്ക് 30 മാർക്സ് ആണല്ലോ വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് എന്ന് വരുമ്പോൾ 10 × 3 എത്രയാണ്? 30 മാർക്ക്. പക്ഷെ നിങ്ങൾക്ക് 30 മാർക്ക് എഴുതി കിട്ടിയാലും അവിടെ നമുക്ക് സീലിംഗ് ആയതുകൊണ്ട് 24 എന്നുള്ള ഒരു മാർക്കാണ് അവർ നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾ 8 ക്വസ്റ്റ്യൻ ആണ് എഴുതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഫുള്ള് നിങ്ങൾക്ക് കറക്റ്റ് ആണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് 24 മാർക്ക് എന്നായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ പാരാഗ്രാഫ് അല്ലെങ്കിൽ പ്രോബ്ലത്തിന്റെ ബേസിസിലോട്ട് പോകുന്ന സമയത്ത് 8 ക്വസ്റ്റ്യൻ ഉണ്ടാകും. 6 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം. അതായത് നമ്മൾ കമ്പൾസറി അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടാകുമല്ലോ, 6 ക്വസ്റ്റ്യൻ എഴുതണം നിങ്ങൾക്ക്. അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതാവുന്നതാണ്. അവിടെ മാർക്ക് എന്ന് പറയുന്നത് 6 മാർക്കാണ്. 36 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, എത്രയാണ് കിട്ടുന്നത്? 36 മാർക്കാണ് കിട്ടുന്നത്. നിങ്ങൾ 8 ക്വസ്റ്റ്യൻ എഴുതിയാലും 6 ക്വസ്റ്റ്യൻ എഴുതിയാലും ഫുൾ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടണം എന്നാണെങ്കിൽ 36 മാർക്കാണ് അവിടെ കിട്ടുന്നത്. മേ ബി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി, അത് തെറ്റി, പക്ഷെ നിങ്ങൾ ഇന്നൊരു ക്വസ്റ്റ്യൻ എഴുതി, അത് നിങ്ങൾക്ക് കറക്റ്റ് ആണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കൂടി കിട്ടും. അതായത് നമ്മൾ ടോട്ടൽ നോക്കിയിട്ട് ആ പാർട്ടിൽ എത്രയാണോ എന്നുള്ളത് അതിന്റെ ബേസിസിലാണ് നമുക്ക് സീലിംഗ് എന്നുള്ളതിലൂടെ വരുന്നത്. ഓക്കെ, പിന്നെ എസ്എ ടൈപ്പ്. എസ്എ ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാകും. അതിൽ ഒറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയാൽ മതി. 10 മാർക്കിനാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് 70 മാർക്ക് എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്നത്. ഓക്കെ, ഇവിടെ മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് നമുക്കൊരു കാര്യം നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്, നമ്മൾ 3 ക്രെഡിറ്റ് വരുന്ന ഒരു കോഴ്സിന്റെ ബേസിസിൽ നമ്മൾ ഓൾറെഡി നോക്കിയില്ലേ. ഇനി നമ്മുടെ 4 ക്രെഡിറ്റ് വരുന്നത്, അതായത് ചില കോഴ്സിന് നിങ്ങൾക്ക് 4 ക്രെഡിറ്റും ചില കോഴ്സിന് നിങ്ങൾക്ക് 3 ക്രെഡിറ്റുമാണ് വരുന്നത്. അതെന്താന്നുള്ളത് നമുക്ക് ഇനി ഒരിക്കൽ നോക്കാം. അപ്പൊ നമ്മുടെ ഇന്റേണൽ ഇവാലുവേഷനിൽ ഈ 3 ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞു? ടോട്ടൽ 25 ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. ഇനി 4 ക്രെഡിറ്റിന്റെ ബേസിസിലാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വരുന്നത് ടെസ്റ്റ് പേപ്പർ, നമ്മുടെ സെമസ്റ്റർ എക്സാംസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിന് നിങ്ങൾക്ക് 10ഉം ഓപ്പൺ എൻഡഡിന്റെ 4ഉം പിന്നെ നിങ്ങളുടെ തിയറി പ്ലസ് പ്രാക്ടിക്കൽ എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്നതിന്റെ 5 എന്നുള്ളതിന്റെ ബേസിസിലാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, തിയറി ഓൺലി, തിയറി പ്ലസ് പ്രാക്ടിക്കൽ എന്നുള്ളതിന്റെ ബേസിസിൽ. ദെൻ നമ്മളുടെ സെമിനാർ, വൈവ, മറ്റ് കേസ് സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തിയറിയുടെ ബേസിസിലാണെങ്കിൽ 6ഉം 4ഉം ആണ് വരുന്നത്. തിയറി പ്ലസ് പ്രാക്ടിക്കലിന്റെ ബേസിസിൽ വരികയാണെങ്കിൽ 3 എന്നുള്ളതിന്റെ ബേസിസിൽ വരും നിങ്ങൾക്ക്. ഓക്കെ, തിയറി മോഡ്യൂൾസിനാണ് നിങ്ങൾക്ക് അവിടെ തരുന്നത്. പിന്നെ അസൈൻമെന്റ് 4ഉം 2ഉം ആണ്. തിയറി പ്ലസ് പ്രാക്ടിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് 2 എന്നുള്ളതിന്റെ ബേസിസിൽ വരും. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് 30 മാർക്കാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, 70 + 30 ഇത് നമ്മളുടെ ക്രെഡിറ്റിന്റെ ബേസിസിൽ വരുന്നത്. ഇതാണ് നമ്മുടെ 4 ക്രെഡിറ്റ് എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് എല്ലാ പേപ്പേഴ്സും 70 മാർക്സിന് വരുന്നതല്ലോ. എല്ലാ പേപ്പേഴ്സും നമുക്ക് 70 മാർക്സിനല്ല. അതിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് വരുന്നത്. ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് സെമസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് കോർ പേപ്പർ, അതായത് നിങ്ങളുടെ മേജർ പേപ്പർ ആയിട്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൽ മാർക്സ് എന്നുള്ള ഒരു കോളത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇന്റേണൽ എന്ന് പറയുന്നത് എത്രയാണ്? 30. അപ്പൊ നമ്മുടെ ക്രെഡിറ്റ് തന്നിട്ടുണ്ട് 4 അതിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 4 ക്രെഡിറ്റ് എങ്ങനെയാണ്, അതേപോലെ തന്നെ 30 മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ക്രെഡിറ്റ് 4 എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഡിറ്റർമൈൻ ചെയ്ത് വെച്ച ഒരു സംഭവമാണ്. ഓക്കെ, അതേപോലെ തന്നെ എക്സ്റ്റേണൽ 70, ടോട്ടൽ 100 എന്നുള്ളതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾക്ക് ഈ മേജർ കോഴ്സിലെ ഈ സംഭവം പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾക്ക് ഇതല്ലാതെ തന്നെ മൈനർ ഉണ്ട്, മൈനർ കോഴ്സസ് സംഭവങ്ങളുണ്ട്. അതിനനുസരിച്ച് അതിന്റെ മാർക്സ്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിലാണ് നിങ്ങൾക്ക് 3 ക്രെഡിറ്റ് വരുന്നത്. ഇന്റേണൽ 25ഉം എക്സ്റ്റേണൽ 50യും, അങ്ങനെ ടോട്ടൽ 75 എന്നുള്ളതിന്റെ ബേസിസിലാണ് വരുന്നത്. ഇതിൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലും 35 എന്നുള്ള ഒരു സംഭവം നിങ്ങൾ എടുത്തിരിക്കണം. ഇന്റേണൽ പ്ലസ് എക്സ്റ്റേണൽ എന്നുള്ളതല്ല, എക്സ്റ്റേണൽ എന്നുള്ള ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് മാർക്ക് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മേജർ പേപ്പേഴ്സിനായിരിക്കും. മേജർ പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള മേജർ പേപ്പർ ഏതാണ്? ബികോമുകാരുടെ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള പേപ്പർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു പേപ്പറാണ്. ഓക്കെ, ഈ പേപ്പർ ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. ദെൻ ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് വരുന്ന മൈനർ കോഴ്സസും കാര്യങ്ങളുണ്ട്. അതിന്റെ കാര്യം നമ്മൾ നോക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ 2025-26 ബാച്ചിന്റെ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് പറ്റുമോ എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ മേജർ പേപ്പറുടെ ക്ലാസ്സസ് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ബികോമിന്റെ മേജർ പേപ്പറുടെ കാര്യം പറയുന്നത്. ഓക്കെ, ദെൻ
ഇതിന് ശേഷം നമ്മളുടെ BBA കാര്യം പറയുകയാണെങ്കിൽ ഗ്രേഡ് പോയിന്റ്സും കാര്യങ്ങളും സിസ്റ്റം എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ നിങ്ങളുടെ കോർ പേപ്പറിലാണ് വ്യത്യാസം വരുന്നത്. അതായത് നിങ്ങളുടെ മേജർ പേപ്പേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതായത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഇൻ ബിസിനസ് ഡിസിഷനും ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ദെൻ അതിനുശേഷം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയുന്ന 3 പേപ്പറാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ പ്രോബ്ലം ആണ്, ബാക്കി 2 പേപ്പർ തിയറി പേപ്പർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഈ 3 പേപ്പറാണ് നിങ്ങൾക്ക് കോർ പേപ്പർ ആയിട്ട് വരുന്നത്. ദെൻ ബാലൻസ് വരുന്നതൊക്കെ നിങ്ങളുടെ MDC ഇംഗ്ലീഷും മറ്റു നമ്മളെ ലാംഗ്വേജ് കോഴ്സസ് ഒക്കെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ. അപ്പോൾ ഓരോ സെമസ്റ്ററുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അപ്പോൾ ആ പേപ്പറുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, എല്ലാം കൂടി നിങ്ങൾ ഒരു സമയത്ത് തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തോ വലിയ സാധനമായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ കാര്യം മാത്രം ഇപ്പം അറിയാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഓവറോൾ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ഗ്രേഡിങ്ങും സിസ്റ്റം കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളുടെ BCom BBA 4 ഇയർ ഡിഗ്രിയുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സും മറ്റ് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, നിങ്ങൾക്ക് മറ്ററിഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ നമ്മളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഗ്രേഡ് സിസ്റ്റം എന്താണ്, അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് അവർ എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ കുറേ സ്റ്റുഡൻസ് ഉണ്ടാകും. അപ്പൊ അവർക്കൊക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയാണ് നമുക്ക് ഏകദേശം പറയുന്നത്. അപ്പൊ എക്സ്റ്റേണലി നിങ്ങൾക്ക് 3 ക്രെഡിറ്റ് ആണെങ്കിൽ, അതായത് നിങ്ങൾ ഇംഗ്ലീഷ് പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ എഴുതിയെടുക്കേണ്ടത് എത്രയാണ്, നിങ്ങൾക്ക് മാർക്ക് വരുന്നത് എത്രയാണ്, 50 മാർക്കാണ് വരുന്നത്. 25 മാർക്ക് നിങ്ങൾക്ക് ഇന്റേണൽ ആണ്, 50 എക്സ്റ്റേണൽ ആണ്. 4 ക്രെഡിറ്റ് വരുന്ന പേപ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 70 മാർക്കാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്, 30 മാർക്ക് നിങ്ങൾക്ക് ഇന്റേണൽ മാർക്കാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നിങ്ങളുടെ എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത്. then അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ്, മാർക്ക് എങ്ങനെയാണ് തരുന്നത്, എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.